ഞാൻ തോമസ് ജോർജ്. ഇത് എൻ്റെ വൈഫാണ് ജുമിൻ, മകൾ അന്ന, മോൻ ജോർജ്. ഞങ്ങൾ ഡയമണ്ട് എൻക്ലേവ് അപ്പാർട്ട്മെന്റ് 5 പുതിയ ഓണേഴ്സാണ്. ഞങ്ങളിപ്പോൾ കവടിയാറിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വീട് റിനോവേഷൻ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ വന്നു. പിന്നെ 2 ഫ്ലോറുള്ള ബിൽഡിംഗ്, അതിനകത്ത് ലിഫ്റ്റ് വെക്കാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ശരി മാറി താമസിച്ചിട്ട് വീട് റിനോവേറ്റ് ചെയ്യാം, അതിനുവേണ്ടി പ്ലാനും ഒക്കെ ഉണ്ടാക്കി ആർക്കിടെക്ട്സിനെയൊക്കെ കണ്ടു, അപ്രൂവലൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് ശരി ഇനിയിപ്പം ഒരു അപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്താലോ എന്നുള്ള ഒരു തോട്ട് വന്നത്. അപ്പോഴ് ആദ്യമേ നമ്മൾ ഇതുവഴി എപ്പോഴും പോകുന്ന സമയത്ത് കാണുന്ന ഒരു ലൊക്കേഷന്റെ ഇതിൽ ആർടെക് ഡയമണ്ട് എൻക്ലേവ് ഇപ്പോഴും അവൈലബിൾ ആണോ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം വീടിനെ കോണ്ടാക്ട് ചെയ്തു. ആർടെക്കിന്റെ വെബ്സൈറ്റിൽ പോയി നമ്പർ എടുത്തു, വിളിച്ചപ്പോൾ ഇതിനാണ് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ വന്ന് കണ്ടു. ആദ്യം അപ്പാർട്ട്മെന്റ് B5 ആണ് കണ്ടത്. പിന്നെ അതിൽ അപ്പോഴേ നമുക്ക് 4 bedrooms വേണം എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കും അത് ഓൺലി 3 BHK. നമ്മുടെ യൂസ് കേസിന് അത് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അടുത്തുള്ള C5 കൂടെ എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് ആക്കി മാറ്റാം എന്നുള്ള ഒരു ഐഡിയ വന്നു. ആ പ്രോസസ്സിന്റെ എൻഡില് ഇന്നിപ്പം ഹാൻഡ് ഓവർ സെറിമണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ആക്ച്വലി ഞങ്ങൾ റിനോവേഷന് മുമ്പ് ഒരു ഫ്ലാറ്റിനെ കുറിച്ച് കൺസിഡർ ചെയ്തിരുന്നു. ആക്ച്വലി ഇത് ഞങ്ങൾ നോക്കിയിരുന്നത് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഡിസൈൻ, പിന്നെ ലൊക്കേഷൻ. പക്ഷേ അന്നിപ്പം ഇവിടെ 4 BHK അവൈലബിൾ അല്ലായിരുന്നു. സോ പിന്നെ ഞങ്ങൾ റിനോവേഷനിലേക്ക് മാറി. അങ്ങനെ ഞങ്ങൾ ആർടെക് അഡ്രസ്സ് കണ്ടപ്പോഴാണ് ആർടെക് ഇച്ചിരൂടെ അതിൻ്റെ സ്പേഷ്യസ് ആണ്, എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 3 BHK ആണെങ്കിലും ഈ ആർടെക് കിട്ടുമോ എന്ന് നോക്കിയത്. അപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയിൻലി ഇത് ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ലൊക്കേഷൻ. പണ്ട് മുതലേ ഞങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വളരെ ഇഷ്ടപ്പെട്ടാണ്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഒരു യുണീക്ക് ഡിസൈൻ ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ വന്ന് കണ്ടു, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നല്ല സ്പേഷ്യസ് ആണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ആർടെക് തന്നെ എടുത്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബേക്കിംഗ് സ്പേസ്, പിള്ളേർക്കാണേലും അവരവരുടേതായിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ്. അപ്പം എനിക്ക് കിച്ചൺ ഇങ്ങനെ സിമ്പിളായിരിക്കണം. ഞങ്ങൾക്കെല്ലാം വളരെ സിമ്പിൾ ന്യൂട്രൽ ഷെയ്ഡ്സ് മതി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് ഗീതിക, അങ്ങനെ വിപിൻ, ഇവരെല്ലാവരും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് പിള്ളേർക്ക് പിള്ളേരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവർ വളരെ നീറ്റായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ കിച്ചൺ ആണെങ്കിലും എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ മതിയായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ കാര്യം, കളറാണേലും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്കൊരു ഡ്രീം ഹൗസായിട്ട് ഇത് മാറ്റി തന്നിട്ടുണ്ട്. When my parents told me about moving to an apartment, I was not very keen on the idea because usually the apartments I saw did not have enough space and the interior design was not to my liking. So I always preferred living in a house. However, when my parents did take me here, when I looked around and I saw the space and I got to see some of the architectural interior work of Artek, I was very impressed. And I think after I saw those examples is when I also completely got on the decision that I would also like to live here. ആർടെക്കിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെയും സഹകരണം കൊണ്ട് ഈ വീട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായി ഇന്നിപ്പം തീർന്നിരിക്കുന്നു. അപ്പം അതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ സന്തോഷം അറിയിക്കാൻ
ഈ അവസരം ഉപയോഗിച്ചു. So we are happy to be the part of Artec family. Artec Realtors, building happiness.